ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങൻ്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും 9-ാമത്തെ മാസത്തിൻ്റെ 2-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിപ്പാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ ഒരു മാസക്കാലം ഞങ്ങളെ അത്ഭുത അതിശയമായി സൂക്ഷിച്ചു പരിപാലിച്ചു. വേണ്ടുന്നതെല്ലാം തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തി. ആപത്തനത്തിനും രോഗദുഃഖാദികളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. കഷ്ടങ്ങളും സങ്കടങ്ങളും കടന്നു വന്നപ്പോൾ ഞങ്ങളെ കൈവിടാതെ ഉപേക്ഷിക്കാതെ അമാർവോട് ചേർത്ത് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം കർത്താവേ. വീണ്ടും പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. എൻ്റെ കർത്താവിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് മതി, ആ സ്നേഹവും ആ സാന്നിധ്യം മതി. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ മക്കളുടെയും ആഗ്രഹവും ആവശ്യമറിഞ്ഞ് സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. ഞങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യണമേ. അവിടുത്തെ വഴികളിൽ ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ആ വചനപ്രകാരം നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളും, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ, ജോലി ചെയ്യുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, ഞങ്ങൾക്ക് തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്നുവരെ അത്ഭുത അതിശയമായി ഞങ്ങളെ പോറ്റിപ്പുലർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വീണ്ടും എല്ലായിടങ്ങളിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഓരോ മക്കളെയും മറയ്ക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി ഏറ്റവും ഭദ്രമായി തീരാൻ സഹായിക്കണമേ കർത്താവേ. ശത്രു കാണാതെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപും പിൻപും ഇടവും വലവും ദൂതന്മാരാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാവൽ ചെയ്യുമാറാകണം. അനർത്ഥത്തിൽ നിന്നും അപകടത്തിൽ നിന്നും അവരെ വിടുവിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ. സ്വർഗം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനവും സന്തോഷവും എൻ്റെ അപ്പച്ചൻ നൽകി ചിന്ന ഭിന്നമായിപ്പാൻ അനുവദിക്കാതോണം. സന്തോഷത്തോടെ ജീവിപ്പാൻ തൻ്റെ മക്കളെയും സഹായിച്ചാട്ട് കർത്താവേ. വിവാഹം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണി ഒരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടപ്പാ, തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അപ്പോൾ സുഖപ്രസവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാത്ത മക്കളെ കൊടുത്ത് സഹായിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. തമ്പുരാനെ ഉപജീവനമാർഗത്തിൻ്റെ വക ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾ ലജ്ജിച്ച് കലങ്ങിപ്പാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗത്തിലെ അപ്പൻ അവർക്ക് വഴിവാതിൽ തുറന്നു കൊടുത്താൽ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന വചനമുണ്ടല്ലോ കർത്താവേ.
ഭാരപ്പെട്ട ഹല്ലേലൂയ കർത്താവേ, നെട്ടോട്ടമോടുന്ന കുഞ്ഞുങ്ങളുടെ മേൽ നിൻ്റെ കരുണയുടെ കരം നീട്ടി അവരെ ഒന്ന് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ അങ്ങ്, സകലതും ഒരു വാക്കിനാൽ ഉളവാക്കിയവനാ. എൻ്റെ കർത്താവിന് ഓരോ മക്കൾക്കും ഉപജന്മാർക്കും ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന ദൈവമാണ്. അങ്ങ് മനസ്സലിവും ദയയും കരുണയുമുള്ള ദൈവമാകിയാൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കൾക്കും, അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കൾക്കും സ്വർഗത്തിലെ ദൈവം ഉപജീവനമാർഗത്തിന് വഴി തുറന്നു കൊടുത്ത് അവരെ അനുഗ്രഹിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു കർത്താവെ. എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും മാറ്റി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴിവാതിൽ തുറന്നാട്ട്. ദൈവമായ കർത്താവെ, സമയം ഹല്ലേലൂയ. യാത്ര പോകുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ യാത്രയിൽ കൂടെ ഇരുന്നോണേ. ദൈവമേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്തവരെ അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ പ്രയത്നിക്കുന്ന മക്കളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരുടെ സകല വഴികളെയും നേരെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലയിൽ മെഡിക്കൽ കഴിഞ്ഞ് നിൽക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കൾ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അങ്ങനെ വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവന്നവരെ എത്തിക്കുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അപ്പോൾ ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. പൂർണ്ണമായ ഒരു മാനസാന്തരം തൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളുടെ, സഹോദരിമാരുടെ, കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടർച്ചയായി മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനമില്ലാത്ത ജീവിതങ്ങൾ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ, എൻ്റെ കർത്താവെ, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുക. എൻ്റെ പൊന്നു കർത്താവേ, എല്ലാ ആവശ്യവും ആഗ്രഹം പറഞ്ഞ് ഓരോ മക്കളെ സഹായിക്കണമേ. വഴിവാതിൽ തുറന്നു കൊടുക്കണേ. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ. ആവശ്യം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥാ, സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ. നീറുന്ന വേദനകളുടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. മനുഷ്യരാൽ അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സാധ്യമാകുമല്ലോ. ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുകയില്ല, എന്നാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. ഞങ്ങൾക്കൊരു നാമമുണ്ട്, യേശുവിൻ്റെ നാമമാണ്, അത് അത്ഭുതത്തിൻ്റെ നാമമാണ്. സ്വർഗം ഓരോ മക്കളുടെ മേലും വിഷയത്തിന് നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കണം. വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ, കേസ് സംബന്ധമായ വേദനകൾ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇറങ്ങി പ്രവർത്തിച്ചാട്ട് കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, താമസ സൗകര്യം ഇല്ലാത്തവരുണ്ട്, എൻ്റെ കർത്താവ് ഭക്ഷണമില്ലാത്തവരുണ്ട്, യാത്രാ സൗകര്യമില്ലാത്തവരുണ്ട്. എൻ്റെ കർത്താവേ, നീ അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ മനസ്സലിയണമേ, ആവശ്യമറിഞ്ഞ് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിക്കുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിസ ലഭിക്കേണ്ട ജീവിതമുണ്ടപ്പാ, PR ലഭിക്കേണ്ട ജീവിതമുണ്ട് കർത്താവേ. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകേണ്ടവരുണ്ട് കർത്താവേ. ലൈസൻസ് ലഭിക്കേണ്ടവരുണ്ട് കർത്താവേ. അപ്പച്ചൻ്റെ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിച്ചു തരുന്നു. സ്വർഗം മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോകുവാനും വരുവാനുമുള്ള സൗകര്യസ്ഥാനത്ത് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടപ്പാ, നീ കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളെ സ്നേഹിക്കാത്ത മാതാപിതാക്കളൊക്കെ ഉണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണമേ കർത്താവേ. സൗമ്യതയും സ്നേഹത്തിൻ്റെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവായവനും ആരെയും ഹല്ലേലൂയ കർത്താവേ നശിപ്പിച്ച് കളയാൻ അനുവദിക്കാതോണം സ്വർഗമിറങ്ങാൻ പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ രോഗികളെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളൊരു കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രപ്പാ. ആമേൻ. ഹല്ലേലൂയ. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ചുമയാൽ പനിയാൽ ഭാരപ്പെടുന്നവർ, തുമ്മലിനാൽ ചുമയാൽ ഭാരപ്പെടുന്നവർ, ശരീരമാസകലം കർത്താവ് പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, അലർജിയുടെ രോഗത്താൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ, കർത്താവ് വിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളെ എല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്, എല്ലാവരെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യന്. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളുടെ ക്യാൻസർ രോഗികളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരോട് മനസ്സറിയണമേ കർത്താവേ. അപ്പോൾ
അപ്പാ യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരോട് കരുണ തോന്നണമേ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ അപ്പാ, അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യന്. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കും. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്നവർ, ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവർ കർത്താവേ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യും, മാനിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി സ്വർഗം ചെയ്യും. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിച്ചാട്ടെ, സുവിശേഷ വേലകളെ, വേലക്കാരെ അനുഗ്രഹിച്ചാട്ടെ. ഓരോ രാജ്യങ്ങളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയും ജലപ്രളയത്തിൽ നിന്ന് ഞങ്ങളെല്ലാം വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ വാഴ്ച അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ഉപജീവനമാർഗ്ഗ സ്വർഗം അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളുമാറാകണം. വാഹനത്തിലും വഴിയിലും ഓരോ മക്കളെയും കൂടെ ഇരിക്കണം. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളോട് കർത്താവ് കരം ചേർത്ത് പിടിച്ചുകൊള്ളുമാറാകണം. എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തിൽ നിന്നും എല്ലാവരെയും വിട്ടുവിക്കുമാറാകണമേ. തമ്പുരാനെ മുൻപും പിൻപിടോ മരുദൂതന്മാരാൽ എല്ലാവരെയും കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമഹത്വീർപ്പാൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.